സാധാരണയായി നമുക്കൊരു അസ്ഥി ഒടിഞ്ഞാൽ നമ്മൾ നേരെ പോയി ഒരു എക്സ്റേ ഒക്കെ എടുക്കില്ലേ? ആ ഫിലിമിലെ വെളുത്ത വര കണ്ടിട്ട് ഡോക്ടർ പറയും, ഇതാ ഇവിടെയാണ് പ്രശ്നം എന്ന്. കാര്യങ്ങൾ വളരെ ലളിതമാണ് അല്ലേ? അതെ, വളരെ ലളിതമാണ്. അതായത് ഒരു യന്ത്രത്തിന് നമ്മുടെ ശരീരത്തിന്റെ കേടുപാടുകൾ കൃത്യമായി കാണിച്ചു തരാൻ കഴിയുന്നുണ്ട്. എന്നാൽ കേൾക്കുന്ന നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ മുത്തച്ഛനുണ്ടായിരുന്ന അതേ ദേഷ്യം അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മൂമ്മയുടെ അതേ സ്വഭാവങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ ലഭിച്ചു എന്ന് കാണിക്കാൻ ഇതുവരെ ഒരു മെഷീനും കണ്ടുപിടിച്ചിട്ടില്ല എന്ന്? ശരിയാണ്. അവിടെയാണ് ശരിക്കും നമ്മൾ ഈ ആധുനിക മെഡിക്കൽ സയൻസിന്റെ പരിമിതികൾ മനസ്സിലാക്കുന്നത്. അതെ അതെ, എക്സ്റേകൾക്കും സ്കാനിങ്ങുകൾക്കും അപ്പുറമുള്ള ഈ രഹസ്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വിശകലനത്തിൽ സംസാരിക്കുന്നത്. തീർച്ചയായും. ശരീരത്തെ വെറുമൊരു മാംസപിണ്ഡമായി കാണുന്നതിനു പകരം എന്താ പറയാ, തലമുറകളുടെ വിവരങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു വലിയ ഡേറ്റാബേസ് ആയി നമ്മൾ കാണേണ്ടതുണ്ട്. ആധുനിക ശാസ്ത്രം ഇന്ന് ലബോറട്ടറികളിൽ കണ്ടെത്താൻ ശ്രമിക്കുന്ന പല കാര്യങ്ങൾക്കും നൂറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ നമ്മുടെ സിദ്ധന്മാർ കൃത്യമായ ഉത്തരങ്ങൾ നൽകിയിരുന്നു. അത്ഭുതം തന്നെ. അതുകൊണ്ട് തന്നെയാണ് സ്കൈ യോഗ സേലത്തിന്റെ പ്രഭാഷണ പരമ്പരകളിൽ നിന്നുള്ള രേഖകൾ അടിസ്ഥാനമാക്കി നമ്മൾ ഇന്ന് ഈ വിഷയത്തിലേക്ക് കടക്കുന്നത്. കായകൽപ്പ യോഗയുടെ സിദ്ധാന്തങ്ങളും അതിന് പിന്നിലെ ശാസ്ത്രവുമാണ് നമ്മുടെ പ്രധാന വിഷയം. അതെ, ഇതൊരു സാധാരണ ആത്മീയ പ്രഭാഷണമല്ല കേട്ടോ. അല്ല, നമ്മൾ പരിശോധിക്കുന്ന ഈ രേഖകൾ നമ്മുടെ ജീവന്റെ അടിസ്ഥാനത്തെക്കുറിച്ചുള്ള വളരെ കൗതുകകരമായ ചില വാദങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ അറിവുകൾ ചിലപ്പോൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറ്റാൻ കാരണമായേക്കാം. അപ്പോ ഈ കായകൽപ്പം എന്ന വാക്കിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം അല്ലേ? കായം എന്നാൽ ശരീരം, കൽപ്പം എന്നാൽ അതിനെ നശിക്കാതെ കാത്തു സൂക്ഷിക്കുന്നത്. കൃത്യമായി പറഞ്ഞു. ഭീഷ്മർ മുതൽ 19ാമത്തെ സിദ്ധനായ വേദാദ്രി മഹർഷി വരെയുള്ളവർ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ സിദ്ധാന്തങ്ങൾ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ അടിസ്ഥാന ഘടനയിൽ നിന്ന് തന്നെ തുടങ്ങണം. ശരി, നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. നമ്മുടെ ശരീരത്തെ നമ്മൾ പുറമേ നിന്ന് കാണുമ്പോൾ ഒരു പൂർണ്ണ രൂപമായാണ് തോന്നുക, അല്ലേ? എന്നാൽ ഈ രേഖകൾ പ്രകാരം നമ്മൾ ഏകദേശം 6000 കോടി കോശങ്ങളുടെ ഒരു കൂട്ടമാണ്. ഓഹോ, 6000 കോടി? അതെ. അതിൽ 4500 കോടി കോശങ്ങൾ നമ്മുടെ ശരീരത്തിലെ മറ്റ് അവയവങ്ങൾക്കും പേശികൾക്കും വേണ്ടിയുള്ളതാണ്. ബാക്കി വരുന്ന 1500 കോടി കോശങ്ങൾ മസ്തിഷ്കത്തിൻ്റെതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ നിർണായകമായ ഒരു വ്യത്യാസമുണ്ട്. എന്താണത്? ശരീരത്തിലെ ഒരു കോശം നശിച്ചാൽ അവിടെ പുതിയൊരു കോശം രൂപപ്പെടും. ഉദാഹരണത്തിന്, നമ്മുടെ തൊലിപ്പുറത്തൊരു മുറിവുണ്ടായാൽ അത് തനിയെ കരിയുന്നത് അവിടെ പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാണ്. പക്ഷേ ഈ മസ്തിഷ്കത്തിലെ 1500 കോടി കോശങ്ങളിൽ ഏതെങ്കിലും നശിച്ചു പോയാൽ പുതിയതുണ്ടാകില്ലേ? ഇല്ല, പകരം പുതിയവ ഉണ്ടാകില്ല. പ്രായമാകുമ്പോൾ ആളുകൾക്ക് ഓർമ്മക്കുറവും മറ്റു പ്രശ്നങ്ങളും വരുന്നത് ഇതുകൊണ്ടാണ്. അതായത് മസ്തിഷ്ക കോശങ്ങൾ ഒരിക്കൽ നശിച്ചാൽ അത് എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്നർത്ഥം. അപ്പൊ പിന്നെ ഇതിനെ സംരക്ഷിക്കുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി അല്ലേ? ഈ കോശങ്ങളുടെ ഉത്ഭവത്തെ കുറിച്ച് ഈ സിദ്ധാന്തം ശരിക്കും എന്താണ് പറയുന്നത്? ഈ കോശങ്ങളെ ഇങ്ങനെ വിഘടിപ്പിച്ച് ഏറ്റവും ചെറിയ തലത്തിലേക്ക് പോയാൽ നമ്മൾ DNA അഥവാ അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ എന്നീ ഘടകങ്ങളിലെത്തും. അതിനും പിന്നോട്ട് പോയാൽ അതെ, അതിനും പിന്നോട്ട് പോയാൽ ഈ പ്രപഞ്ചം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പഞ്ചഭൂതങ്ങളിലേക്കും ഒടുവിൽ ഇറൈത്തുകൾ അഥവാ പ്രപഞ്ച കണികകളിലേക്കും നമ്മൾ എത്തും. അതായത് നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ തന്നെ ഒരു ചെറിയ പതിപ്പാണ്. അത് കൊള്ളാമല്ലോ കേൾക്കാൻ. എന്നാൽ ഇതിനേക്കാളൊക്കെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കണക്ക് കായകൽപ്പ സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബത്തിലെ 1ാമത്തെയോ 2ാമത്തെയോ തലമുറയല്ല, മറിച്ച് കൃത്യം 7ാമത്തെ തലമുറയാണെന്നാണ് അവർ പറയുന്നത്. ഒരു മിനിറ്റ്, 7ാമത്തെ തലമുറയോ? അതെങ്ങനെയാണ് വരുന്നത്? എന്റെ അച്ഛൻ, മുത്തച്ഛൻ എന്നിങ്ങനെ പുറകോട്ട് പോയാലും ഞാൻ എങ്ങനെയാണ് 7ാമത്തെ തലമുറയാവുന്നത്? അതൊരു രസകരമായ കണക്കുകൂട്ടലാണ്. നമ്മുടെ ഉള്ളിൽ കഴിഞ്ഞ 6 തലമുറകളുടെ വിവരങ്ങൾ പൂർണ്ണമായും അടങ്ങിയിട്ടുണ്ടെന്നാണ് സിദ്ധന്മാർ പറയുന്നത്. നമുക്കൊന്ന് കണക്കുകൂട്ടി നോക്കാം. നമുക്ക് 2 മാതാപിതാക്കൾ, അവർക്ക് 4 പേർ, അവർക്ക് 8 പേർ, അങ്ങനെ ഇരട്ടിച്ചിരട്ടിച്ച് പോവും. അതെ, അങ്ങനെ 6 തലമുറകൾ പുറകോട്ട് പോയാൽ കൃത്യം 126 പൂർവികർ വരും. ഈ 126 ആളുകളുടെ ശാരീരികവും മാനസികവുമായ വിവരങ്ങളുടെ ഒരു ശേഖരമാണ്, അല്ലെങ്കിൽ അവരുടെ ജീവന്റെ തുടർച്ചയാണ് 7ാമത്തെ തലമുറയായ നമ്മൾ. അപ്പോ ഞാൻ ഈ 126 പേരുടെ ഒരു പ്രൊഡക്റ്റ് ആണെന്ന് അർത്ഥം.
കൃത്യമായിട്ട്. ഞങ്ങളെല്ലാവരും നിന്നോടൊപ്പമുണ്ട് മോനെ. ഞങ്ങളെല്ലാവരും നിന്നോടൊപ്പം ഞങ്ങളെല്ലാവരും നിന്നോടൊപ്പമുണ്ട് മോനെ. ഞങ്ങളെല്ലാവരും നിന്നോടൊപ്പം ഞങ്ങളെല്ലാവരും നിന്നോടൊപ്പം. ഈ രേഖകൾ പ്രകാരം ഒരു മനുഷ്യന്റെ സ്വാഭാവിക ആയുസ് കണക്കാക്കുന്നതും ഈ അടിസ്ഥാനത്തിലാണ്. ഒരു തലമുറയുടെ ശരാശരി കാലയളവ് 20 വർഷമായി അവർ കണക്കാക്കുന്നു. അങ്ങനെ 6 തലമുറകൾ ഗുണം 20 വർഷം എന്ന് വെച്ച് നോക്കുമ്പോൾ ഒരു മനുഷ്യന്റെ സ്വാഭാവിക ആയുസ് 120 വർഷമാണ്. അപ്പോൾ അവരുടെ വാദമനുസരിച്ച് 126 പൂർവികരുടെ ജീവിക്കുന്ന ഒരു ലൈബ്രറിയാണ് ഞാൻ. മാത്രമല്ല പ്രകൃതി എനിക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന ആയുസ് 120 വർഷവുമാണ്. പക്ഷെ എന്താ പറയാ, ഇന്നത്തെ കാലത്ത് ആരും 120 വർഷം ജീവിക്കുന്നില്ലല്ലോ. ഇല്ല, വളരെ ചുരുക്കമാണ്. പകുതി ആയുസ് എത്തുമ്പോൾ തന്നെ പലർക്കും പലതരം അസുഖങ്ങൾ വരുന്നു. ഈ 120 വർഷം ജീവിച്ചു തീർക്കാനുള്ള ഇന്ധനം നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? നമ്മൾ ശരിക്കും എവിടെയാണ് പരാജയപ്പെടുന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് കായകൽപ്പ യോഗയുടെ കാതൽ എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എങ്ങനെയാണ് ഊർജമായി മാറുന്നത് എന്ന് നോക്കാം. ഭക്ഷണം കഴിച്ചുടനെ അത് ഊർജമാകുന്നില്ല. അത് ശരീരത്തിൽ 7 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നാണ് സിദ്ധവൈദ്യം പറയുന്നത്. 7 ഘട്ടങ്ങളോ? അതെ. ആദ്യത്തെ 3.5 മണിക്കൂറിൽ ഭക്ഷണം രസമായി മാറുന്നു. പിന്നീടത് രക്തം, മാംസം, കൊഴുപ്പ്, അസ്ഥി, മജ്ജ എന്നിങ്ങനെ മാറി കൃത്യം 14 ദിവസങ്ങൾ കൊണ്ട് മജ്ജയിൽ നിന്ന് രൂപപ്പെടുന്ന ഏറ്റവും ശുദ്ധമായ സത്താണ് ജീവവിത്ത് കുഴമ്പായി മാറുന്നത്. ജീവവിത്ത് കുഴമ്പ്, അതായത് വൈറ്റൽ ഫ്ലൂയിഡ്. അതെ, ഈ ദ്രവമാണ് നമ്മുടെ ആയുസിന്റെയും ആരോഗ്യത്തിന്റെയും യഥാർത്ഥ ഇന്ധനം. പണ്ട് കാലത്ത് ഒരാൾ മരിച്ചു എന്ന് ഉറപ്പാക്കിയിരുന്നത് തന്നെ ഈ ദ്രവം ശരീരത്തിൽ നിന്ന് പുറത്തു പോയോ എന്ന് നോക്കിയാണത്രേ. സത്യമായിട്ടും? അതെ. ഈ സത്ത് നഷ്ടപ്പെട്ടവനെ അന്ന് സത്തുവിട്ടാൻ എന്ന് വിളിച്ചു. ആ വാക്ക് കാലക്രമേണ മാറിയാണെന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സെത്തുവിട്ടാൻ അഥവാ മരിച്ചുപോയി എന്ന വാക്കുണ്ടായതെന്നാണ് ഈ രേഖകൾ സൂചിപ്പിക്കുന്നത്. അത് വളരെ രസകരമായൊരു നിരീക്ഷണമാണ്. സത്ത് വിട്ടാൻ പിന്നെ സെത്ത് വിട്ടാനായി. അപ്പോ ഈ 7 ഘട്ടങ്ങളെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഉദാഹരണവുമായി ഞാനൊന്ന് താരതമ്യം ചെയ്യട്ടെ. തീർച്ചയായും, പറയൂ. കേടുവരും. പക്ഷെ ആ പ്രക്രിയയുടെ അവസാന രൂപമായ നെയ്യിന് എക്സ്പയറി ഡേറ്റ് ഇല്ല. അത് വളരെ കാലം നിൽക്കും. നമ്മുടെ ശരീരത്തിലെ ഭക്ഷണവും ഈ ജീവവിത്ത് കുഴമ്പും തമ്മിലുള്ള ബന്ധം ഏതാണ്ട് ഇതുപോലെയാണോ? കൃത്യമായി പറഞ്ഞാൽ അതുപോലെ തന്നെയാണ്. പാലിന്റെ ഏറ്റവും സംക്ഷിപ്തമായ മൂല്യമേറിയ രൂപമാണ് നെയ്യ്. അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഏറ്റവും മൂല്യമേറിയ സത്താണ് ഈ ജീവദ്രവം. പക്ഷെ ഇവിടെ എനിക്കൊരു ചെറിയ സംശയമുണ്ട്. പാലിൽ നിന്ന് നെയ്യുണ്ടാക്കാൻ നമ്മൾ മനുഷ്യർ പ്രയത്നിക്കേണ്ടതുണ്ട്. നമ്മളത് കടയണം, ചൂടാക്കണം. എന്നാൽ ശരീരത്തിൽ ഈ ഭക്ഷണം 14 ദിവസം കൊണ്ട് ജീവദ്രവമായി മാറുന്നത് തനിയെ നടക്കുന്ന ഒരു പ്രക്രിയയല്ലേ? പിന്നെ ഇതിൽ നമ്മൾ എന്ത് ചെയ്യാനാണ്? ഇവിടെ ഈ കായകൽപ്പ യോഗയുടെ റോൾ എന്താണ്? അവിടെയാണ് നമ്മൾ ഈ പ്രക്രിയയുടെ മെക്കാനിസം ശരിക്കും മനസ്സിലാക്കേണ്ടത്. ശരീരം ഇത് സ്വാഭാവികമായി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നത് ശരിയാണ്. എന്നാൽ പാലിനെ വെറുതെ വെച്ചാൽ അത് തനിയെ നെയ്യാകില്ല. അതിന് താപവും ചലനവും ആവശ്യമാണ്. അതെ അതെ. അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഈ ജീവദ്രവം ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് നാഡീവ്യൂഹങ്ങളിലൂടെ ശരീരമാസകലം പ്രവഹിക്കുകയും ചെയ്യേണ്ടതുണ്ട്. സാധാരണഗതിയിൽ ഇത് ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനോ അല്ലെങ്കിൽ കൃത്യമായി ഉപയോഗിക്കപ്പെടാതിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോ കായകൽപ്പം ഇതിനെ സഹായിക്കും? അതെ. കായകൽപ്പ യോഗയിലെ പ്രത്യേക ശ്വാസന രീതികളും പേശികൾ ഉപയോഗിച്ചുള്ള ചില ബന്ധങ്ങളും ഈ ജീവദ്രവത്തെ ശരീരത്തിന്റെ മേൽഭാഗത്തേക്ക്, പ്രത്യേകിച്ച് മസ്തിഷ്കത്തിലേക്ക് നയിക്കാനും അവിടെ ശേഖരിക്കാനും സഹായിക്കുന്നു. അതായത് ശരീരത്തിനകത്ത് ഈ ഊർജത്തെ കടഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് കായകൽപ്പം. ഇതിന്റെ മൂല്യം വ്യക്തമാക്കാൻ ഈ രേഖകളിൽ ഒരു കണക്ക് പറയുന്നുണ്ട്. എന്ത് കണക്കാണ്? നമ്മുടെ ശരീരത്തിലെ ഒരു തുള്ളി ജീവദ്രവം എന്നത് 88 തുള്ളി രക്തത്തിന് തുല്യമാണ്. അല്ലെങ്കിൽ 64 ദിവസം തുടർച്ചയായി ഓരോ ആപ്പിൾ കഴിക്കുമ്പോൾ കിട്ടുന്നതിന് തുല്യമാണ് ഒരു തുള്ളി ജീവദ്രവം. ഒരു മിനിറ്റ്, 64 ആപ്പിളോ? അത് കേൾക്കുമ്പോൾ തന്നെ ഒരുതരം അതിശയോക്തിയായി തോന്നുന്നുണ്ടല്ലോ. ഒരു ചെറിയ തുള്ളി ദ്രവത്തിൽ 64 ആപ്പിളിന്റെ കലോറി അടങ്ങിയിട്ടുണ്ടെന്നാണോ അവർ പറയുന്നത്? അത് ശാസ്ത്രീയമായി അസാധ്യമാണല്ലോ. ഈ കണക്കിനെ നമ്മൾ എങ്ങനെയാണ് യുക്തിസഹമായി കാണേണ്ടത്? തീർച്ചയായും ഇതൊരു കലോറി കണക്കല്ല. അവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്നത്. 64 ആപ്പിൾ കഴിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ദഹന പ്രക്രിയയിലൂടെ കടന്നു പോകുന്ന ഗ്ലൂക്കോസും മറ്റു പോഷകങ്ങളുമാണ്. എന്നാൽ ഈ ജീവദ്രവത്തെ അവർ താരതമ്യം ചെയ്യുന്നത് ജീവൻ സൃഷ്ടിക്കാൻ കെൽപ്പുള്ള ഒരു ഊർജ സ്രോതസ്സായാണ്. അതായത് ജീവൻ നിലനിർത്താനുള്ള ഒരു പൊട്ടൻഷ്യൽ. അതെ. ഉദാഹരണത്തിന്
ഒരു വിത്തിൽ ഒരു വലിയ മരമാകാനുള്ള വിവരങ്ങൾ മുഴുവൻ അടങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ പറയുന്നത് പോലെയാണിത്. കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനും DNA തലത്തിൽ മാറ്റങ്ങൾ വരുത്താനും ശേഷിയുള്ള ഏറ്റവും സൂക്ഷ്മമായ ജനിതക നാണയം അഥവാ ജനറ്റിക് കറൻസി എന്ന നിലയിലാണ് അവർ ഈ കണക്കിന് അവതരിപ്പിക്കുന്നത്. അല്ലാതെ അത് കുടിച്ചാൽ 64 ആപ്പിളിന്റെ വിശപ്പ് മാറും എന്നല്ല. ആ വിശദീകരണം കൂടുതൽ യുക്തിസഹമാണ്. അതായത് ഇതൊരു ജനിതക ബ്ലൂ പ്രിന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ സംസാരിച്ച ആ 126 പൂർവികരുമായി ഇതിനെ എങ്ങനെ ബന്ധിപ്പിക്കാം? എന്റെ മുത്തച്ഛന്റെ വിവരങ്ങൾ എങ്ങനെയാണ് എന്നിലേക്ക് എത്തുന്നത്? ഈ സിദ്ധാന്തങ്ങൾ പറയുന്നതനുസരിച്ച് ഗർഭപാത്രത്തിൽ ഒരു ഭ്രൂണം രൂപപ്പെടുമ്പോൾ തന്നെ ഈ വിവര കൈമാറ്റം തുടങ്ങുന്നു. ഭ്രൂണത്തിന് 14 ദിവസം പ്രായമാകുമ്പോഴാണ് ജനിതക രേഖകൾ പൂർണ്ണമായും അതിലേക്ക് പകർന്നു കിട്ടുന്നത്. 14ാമത്തെ ദിവസം? അതെ. വളരെ അപൂർവമായി ചില ഭ്രൂണങ്ങളിൽ ഈ പ്രക്രിയ 17ാം ദിവസം വരെ നീളാറുണ്ടെന്നും അങ്ങനെയുള്ളവരാണ് പിൽക്കാലത്ത് വലിയ മഹാന്മാരായി തീരുന്നതെന്നും സിദ്ധവൈദ്യത്തിൽ ഒരു പരാമർശമുണ്ട്. എന്നാൽ ഈ 14ാം ദിവസത്തെ കണക്കിൽ വളരെ കൗതുകകരമായ ഒരു വിഭജനമുണ്ട്. കുഞ്ഞിന് ലഭിക്കുന്ന മൊത്തം 84 റെക്കോർഡുകളിൽ 70 റെക്കോർഡുകൾ അച്ഛന്റെ ഭാഗത്തു നിന്നും വെറും 14 റെക്കോർഡുകൾ അമ്മയുടെ ഭാഗത്തു നിന്നുമാണ് വരുന്നത്. എന്ത്? അതെന്തൊരു കണക്കാണ്? 70 അച്ഛനിൽ നിന്നും 14 അമ്മയിൽ നിന്നും. ആധുനിക ജനിതക ശാസ്ത്രം പറയുന്നത് ഇരുവരിലും നിന്ന് തുല്യമായി DNA ലഭിക്കുന്നു എന്നാണല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ഈ പുരാതന സിദ്ധാന്തത്തിൽ ഇത്ര വലിയൊരു വ്യത്യാസം? ഇതൊരു പുരുഷാധിപത്യ ചിന്താഗതിയുടെ ഭാഗമായി വന്നതാണോ? ഒറ്റ നോട്ടത്തിൽ അങ്ങനെ തോന്നാമെങ്കിലും അവരുടെ സിദ്ധാന്തം പ്രവർത്തിക്കുന്നത് DNA എന്ന ഭൗതിക ഘടനയിലല്ല, മറിച്ച് കർമ്മ അല്ലെങ്കിൽ തലമുറകളുടെ സൂക്ഷ്മ വിവരങ്ങളിലാണ്. അവരുടെ കാഴ്ചപ്പാടിൽ പുരുഷബീജം എന്നത് കഴിഞ്ഞ 7 തലമുറകളുടെ വിവരങ്ങൾ പൂർണ്ണമായി വഹിക്കുന്ന ഒരു വാഹനമാണ്. ഓഹോ, അതുകൊണ്ടാണ് ആ ഉയർന്ന സംഖ്യ. അതെ, അതുകൊണ്ടാണ് അതിന് 70 എന്ന ഉയർന്ന സംഖ്യ നൽകിയിരിക്കുന്നത്. എന്നാൽ അമ്മയുടെ ശരീരത്തിലെ അണ്ഡം ആ ഭ്രൂണത്തിന് വളരാനുള്ള സാഹചര്യവും അമ്മ ജനിച്ചത് മുതൽ ഗർഭം ധരിക്കുന്നത് വരെയുള്ള ശാരീരികവും മാനസികവുമായ വിവരങ്ങളുമാണ് പ്രധാനമായും നൽകുന്നത്. അതായത് അച്ഛനിൽ നിന്ന് ചരിത്രവും അമ്മയിൽ നിന്ന് ഇപ്പോഴത്തെ സാഹചര്യവും. കൃത്യമായിട്ട് അച്ഛനിൽ നിന്ന് പരമ്പരയുടെ ചരിത്രവും അമ്മയിൽ നിന്ന് ആ സമകാലിക ചുറ്റുപാടിലെ വിവരങ്ങളും ലഭിക്കുന്നു എന്നാണ് ഈ രേഖകൾ വിശദീകരിക്കുന്നത്. ഈ വിവര കൈമാറ്റം എത്രത്തോളം സൂക്ഷ്മമാണെന്നറിയാമോ? എത്രത്തോളമാണ്? അച്ഛൻ പതിവായി ഇഡ്ഡലിക്ക് എരിവുള്ള ചമ്മന്തിക്കുട്ടി കഴിക്കുന്ന ആളാണെങ്കിൽ ആ ചെറിയ ശീലം പോലും ഈ ജീവദ്രവ്യത്തിലൂടെ കുഞ്ഞിലേക്ക് എത്തിയേക്കാം. ഹോ, ഇഡ്ലിയും ചമ്മന്തിയും പോലെയുള്ള ശീലങ്ങൾ വരെ ജനിതകമായി കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്ന് കേൾക്കുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നുന്നു. നമ്മൾ സ്വതന്ത്രമായി എടുക്കുന്ന തീരുമാനങ്ങൾ എന്ന് കരുതുന്ന പലതും യഥാർത്ഥത്തിൽ നമ്മുടെ പൂർവികരുടെ പ്രോഗ്രാമിംഗ് ആയിരിക്കാം, അല്ലേ? അതെ, തീർച്ചയായും. ഇതിനൊപ്പം ഈ രേഖകളിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് നമ്മൾ എടുക്കുന്ന ശ്വാസത്തിന്റെ എണ്ണത്തെ അടിസ്ഥാനമാക്കിയാണെന്ന്. ഒരു ദിവസം നമ്മൾ ശരാശരി 21,600 തവണ ശ്വാസം എടുക്കുന്നുണ്ട്. അപ്പോ ജനനം, വിവാഹം, മരണം എന്നിവയെല്ലാം മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ട ഈ ശ്വാസത്തിന്റെ കണക്കിലാണെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഈ കായകൽപ്പ യോഗയൊക്കെ ചെയ്യുന്നത്? എല്ലാം വിധിയാണെന്ന് കരുതി വെറുതെ ഇരുന്നാൽ പോരെ? ഈ വൈരുദ്ധ്യത്തെ അവരെങ്ങനെയാണ് വിശദീകരിക്കുന്നത്? അവിടെയാണ് ഈ സിദ്ധാന്തത്തിന്റെ ഏറ്റവും ശക്തമായ ഭാഗം വരുന്നത്. വിധി നിശ്ചയിക്കപ്പെട്ടതാണെങ്കിലും അതിന് നേരിടാനുള്ള നമ്മുടെ ശരീരത്തിന്റെ ശേഷി നമുക്ക് മാറ്റാൻ കഴിയും. ഇതിന് ഏറ്റവും മികച്ച ഉദാഹരണമായി ഈ പ്രഭാഷണങ്ങളിൽ പറയുന്ന ഒരു യഥാർത്ഥ സംഭവമുണ്ട്. എന്താണത്? ഒരു കുടുംബത്തിൽ അച്ഛനും മുത്തച്ഛനും ഉൾപ്പെടെ തുടർച്ചയായി 7 പേർ മരിച്ചത് അവരുടെ 42ാമത്തെ വയസ്സിൽ വൈകുന്നേരം കൃത്യം 7 മണിക്കാണ്. കാരണം? എല്ലാവർക്കും വന്നത് ഹൃദയാഘാതമാണ്. കൃത്യം 7 മണിക്ക്? അതെ. അവരുടെ ജനിതക രേഖകളിൽ ആ സമയത്ത് ആ ഹൃദയാഘാതം സംഭവിക്കുമെന്നത് ശക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പരമ്പരയിലെ 8ാമത്തെ വ്യക്തി ഈ ചരിത്രം മനസ്സിലാക്കി തന്റെ 31ാമത്തെ വയസ്സിൽ കായകൽപ്പയോഗ പരിശീലിക്കാൻ തുടങ്ങി. എന്നിട്ട് അയാൾക്ക് 42 വയസ്സായപ്പോൾ ആ വൈകുന്നേരം 7 മണിക്ക് എന്ത് സംഭവിച്ചു? യോഗ ചെയ്തതുകൊണ്ട് ആ ഹൃദയാഘാതം വരാതിരുന്നോ? ഇല്ല, ആ ഹൃദയാഘാതം കൃത്യം ആ സമയത്ത് തന്നെ അദ്ദേഹത്തിന് വന്നു. എന്ത്? അപ്പൊ പിന്നെ ഈ യോഗ ചെയ്തിട്ട് കാര്യമൊന്നുമില്ലല്ലോ, വിധി തന്നെ ജയിച്ചില്ലേ? ഇല്ലില്ല, അവിടെയാണ് നമ്മൾ ആ മെക്കാനിസം മനസ്സിലാക്കേണ്ടത്. ജനിതകമായി പ്രോഗ്രാം ചെയ്ത ആ അലാറം അടിക്കുന്നത് യോഗയ്ക്ക് തടയാൻ കഴിഞ്ഞില്ല. ആ ഹൃദയാഘാതം സംഭവിച്ചു. എന്നാൽ കഴിഞ്ഞ 11 വർഷമായി അദ്ദേഹം ചെയ്ത കായകൽപ്പ പരിശീലനം കാരണം അദ്ദേഹത്തിന്റെ നാഡീവ്യൂഹങ്ങൾക്കും ഹൃദയപേശികൾക്കും ഈ ജീവദ്രവ്യത്തിലൂടെ
വലിയ തോതിലുള്ള പ്രതിരോധ ശേഷി ലഭിച്ചിരുന്നു. ഓഹോ, അപ്പൊ അദ്ദേഹം അതിനെ അതിജീവിച്ചു. അതെ, സാധാരണഗതിയിൽ ആ ഹൃദയാഘാതം വന്നാൽ ആരും മരിച്ചു പോകും. പക്ഷേ അദ്ദേഹത്തിന്റെ ശരീരം ആ ആഘാതത്തെ താങ്ങാൻ പ്രാപ്തമായി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമായി ആ ഹൃദയാഘാതം കടന്നുപോയി. ഇന്ന് അദ്ദേഹം 52-ാമത്തെ വയസ്സിലും വളരെ ആരോഗ്യത്തോടെ ജീവിക്കുന്നു. അതായത് വിധി ഒരു സംഭവമായി നമ്മുടെ മുന്നിൽ വരുമ്പോൾ അതിൽ തകർന്നു പോകാതെ പിടിച്ചു നിൽക്കാനുള്ള ഘടനാപരമായ മാറ്റം ശരീരത്തിൽ കൊണ്ടുവരാൻ കായകൽപ്പ യോഗയ്ക്ക് കഴിയും എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അത് വളരെ വ്യക്തമായ ഒരു ഉത്തരമാണ്. സംഭവങ്ങളെ ഇല്ലാതാക്കുകയല്ല, മറിച്ച് നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇതൊക്കെ പുരാതന സിദ്ധന്മാരുടെ വിശ്വാസങ്ങളല്ലേ? നമ്മൾ എപ്പോഴും സയൻസിനെയാണല്ലോ കൂടുതൽ ആശ്രയിക്കാറ്. ആധുനിക ശാസ്ത്രം ഇത്തരം വാദങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. തീർച്ചയായും. ഉദാഹരണത്തിന്, ശാസ്ത്രം മിക്സിയോ 3D പ്രിന്ററോ ഒക്കെ കണ്ടുപിടിച്ചു. ഒരു 3D പ്രിന്ററിന് കൃത്രിമമായി ഒരു അവയവത്തിന്റെ മാതൃക ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ അതിലേക്ക് തലമുറകളുടെ ഓർമ്മകൾ നിക്ഷേപിക്കാൻ ശാസ്ത്രത്തിന് കഴിയില്ലല്ലോ. അപ്പോൾ ഈ പുരാതന സിദ്ധാന്തങ്ങളെ ആധുനിക ശാസ്ത്രം എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നോക്കൂ, ആധുനിക ശാസ്ത്രം വളരെ പതുക്കെയാണെങ്കിലും ഈ പഴയ കണ്ടെത്തലുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന്, പുരുഷ ബീജം എന്നത് വെറുമൊരു കോശമല്ലെന്നും അത് തലമുറകളുടെ പാരമ്പര്യ വിവരങ്ങൾ വഹിക്കുന്ന ഒരു മാധ്യമമാണെന്നും ആധുനിക മെഡിക്കൽ സയൻസ് ഔദ്യോഗികമായി അംഗീകരിച്ചത് 2017 ഡിസംബറിലാണ്. അതെ, അതായത് സിദ്ധന്മാര് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞത് സയൻസ് അടുത്തിടെയാണ് സ്ഥിരീകരിച്ചത്. അതെ, ഇതിനേക്കാൾ നിർണായകമായ മറ്റൊരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ 120 വർഷത്തെ ആയുസ്സിനെ കുറിച്ചാണ്. ആധുനിക ശാസ്ത്രം DNA കുറിച്ച് പഠിക്കുമ്പോൾ ടെലോമിയറുകൾ എന്നൊരു ഭാഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ ക്രോമസോമുകളുടെ അറ്റത്തുള്ള ഒരു സംരക്ഷണ കവചമാണിത്. ഈ ടെലോമിയറുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഷൂലേസിന്റെ അറ്റത്ത് അത് അഴിഞ്ഞു പോകാതിരിക്കാൻ വെച്ചിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക് കവർ ഉണ്ടല്ലോ, അതുപോലെയുള്ള ഒന്നാണോ? കൃത്യമായി പറഞ്ഞാൽ അങ്ങനെ തന്നെ. ഓരോ തവണ കോശങ്ങൾ വിഭജിക്കുമ്പോഴും ഈ ടെലോമിയറുകളുടെ നീളം കുറഞ്ഞുകൊണ്ടിരിക്കും. ഇത് പൂർണ്ണമായും ഇല്ലാതാകുമ്പോഴാണ് കോശങ്ങൾ നശിക്കുന്നതും മനുഷ്യർക്ക് വാർദ്ധക്യം സംഭവിക്കുന്നതും. ശരി. നമ്മൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളും കോപവും ഒക്കെ ഈ ടെലോമിയറുകൾ വേഗത്തിൽ നശിക്കാൻ കാരണമാകും. എന്നാൽ ശാസ്ത്രം അടുത്തിടെ കണ്ടെത്തിയ അത്ഭുതകരമായ കാര്യം എന്തെന്നാൽ, തുടർച്ചയായി 9 വർഷം ഒരാൾ യോഗ പരിശീലനങ്ങൾ, പ്രത്യേകിച്ച് കായകൽപ്പ പോലെയുള്ളവ ചെയ്താൽ ഈ ടെലോമിയറുകളുടെ നീളം കുറയുന്നത് നിൽക്കുകയും അവ 1 മില്ലിമീറ്റർ വളരുകയും ചെയ്യും. ഒരു മിനിറ്റ്, ശ്വാസോച്ഛ്വാസവും വ്യായാമവും എങ്ങനെയാണ് DNA-യുടെ നീളം കൂട്ടുന്നത്? അതിന്റെ പിന്നിലെ ശാസ്ത്രം എന്താണ്? അതിന് കാരണം നമ്മുടെ നാഡീവ്യൂഹങ്ങളിൽ സംഭവിക്കുന്ന മാറ്റമാണ്. കായകൽപ്പ ശ്വാസന രീതികൾ നമ്മുടെ ഓട്ടോണമിക് നെർവസ് സിസ്റ്റത്തെ ശാന്തമാക്കുന്നു. സ്ട്രെസ് ഹോർമോണുകളുടെ ഉൽപാദനം കുറയുമ്പോൾ ടെലോമറൈസ് എന്ന എൻസൈം ശരീരത്തിൽ സജീവമാകും. ഈ എൻസൈമാണ് ടെലോമിയറുകളെ വീണ്ടും വളർത്താൻ സഹായിക്കുന്നത്. ഓഹോ, അപ്പോ അതൊരു കെമിക്കൽ റിയാക്ഷൻ ആണ്. അതെ, ശാസ്ത്രം പറയുന്നത് ഇങ്ങനെ വളരുന്ന ഓരോ മില്ലിമീറ്റർ ടീലോമിയറിനും മനുഷ്യന് 10 വർഷത്തെ അധിക ആയുസ് നൽകാൻ കഴിയുമെന്നാണ്. അതായത് കായകൽപ്പം എന്നത് വെറുമൊരു വ്യായാമമല്ല, നമ്മുടെ ശരീരത്തിന്റെ സോഫ്റ്റ്വെയറിനെ തന്നെ റീപ്രോഗ്രാം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. ശരിക്കും അവിശ്വസനീയമായ കാര്യങ്ങളാണിവ. ഒരു ഗുളികയും കഴിക്കാതെ നമ്മുടെ സ്വന്തം ശ്വാസം ഉപയോഗിച്ച് DNA-യുടെ കേടുപാടുകൾ തീർക്കാൻ നമുക്ക് കഴിയുമെന്നത് വലിയൊരു തിരിച്ചറിവാണ്. അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത കാര്യങ്ങളെ ഒന്ന് ചുരുക്കി നോക്കാം. തീർച്ചയായും. നമ്മൾ വെറുമൊരു വ്യക്തിയല്ല, 126 പൂർവികരുടെ ചരിത്രം പേറുന്ന ജീവിക്കുന്ന ലൈബ്രറികളാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം 14 ദിവസം കൊണ്ട് ജീവവിത്ത് കുഴമ്പായി മാറുന്നു. അത് നമ്മുടെ ശരീരത്തെ നിലനിർത്തുന്ന ഏറ്റവും വിലപ്പെട്ട ഇന്ധനമാണ്. അതിനെ ശരിയായി വിനിയോഗിക്കാൻ കായകൽപ്പ യോഗ നമ്മെ സഹായിക്കുന്നു, അല്ലേ? അതെ, ഇവിടെ സിദ്ധന്മാർ പറയുന്ന അര ടാങ്ക് റിസർവ് എന്നൊരാശയമുണ്ട്. അര ടാങ്ക് റിസർവോ? അതെ, നമ്മുടെ ശരീരത്തില് ഈ ജീവവിത്ത് കുഴമ്പ് എപ്പോഴും പകുതിയെങ്കിലും സ്റ്റോക്ക് ഉണ്ടായിരിക്കണമെന്നാണ് അവർ നിർദ്ദേശിക്കുന്നത്. ഇതൊരു ബാങ്ക് അക്കൗണ്ട് പോലെയാണ്. മുഴുവനായി ചെലവാക്കി കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി ഇല്ലാതാകും. വീണ്ടും ആ ഊർജം ഉൽപ്പാദിപ്പിക്കാൻ 14 ദിവസം എടുക്കും. ആ സമയത്താണ് നമുക്ക് അസുഖങ്ങൾ വരുന്നത്. അതെ, ഈ സമയത്താണ് നമുക്ക് പലവിധ അസുഖങ്ങളും വരുന്നത്. അതിനാൽ ഈ ഊർജത്തെ സംരക്ഷിച്ചു നിർത്തുക എന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണ്. അപ്പോ നമ്മൾ തുടക്കത്തിൽ സംസാരിച്ച ആ എക്സ്റേ മെഷീന്റെ ഉദാഹരണത്തിലേക്ക് തന്നെ തിരികെ വരാം. നമ്മുടെ ശരീരം
മെഷീനുകൾക്ക് കാണാൻ കഴിയുന്ന വെറും എല്ലുകളും മാംസവും മാത്രമല്ല, അത് പ്രപഞ്ചത്തിന്റെ തന്നെ ഒരു സൂക്ഷ്മ രൂപമാണ്, തലമുറകളുടെ ഓർമ്മകളാണ്. അപ്പൊ നിങ്ങൾ കേൾക്കുന്നവർ ഈ ഒരൊറ്റ കാര്യം കൂടി ഒന്ന് ചിന്തിക്കുക. നമ്മുടെ ശ്വാസവും നമ്മുടെ ജീവദ്രവവും പ്രകൃതി നമുക്ക് നൽകിയിട്ടുള്ള ഒരു പരിമിതമായ ബാങ്ക് അക്കൗണ്ട് ആണെന്ന് നമ്മൾ കണ്ടു. അതെ, വളരെ പരിമിതമായത്. സാധാരണഗതിയിൽ നമ്മൾ അത് ദേഷ്യപ്പെട്ടും സമ്മർദ്ദത്തിലായും വെറുതെ ചെലവാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ കായകൽപ്പ സിദ്ധാന്തങ്ങൾ പറയുന്നത് പോലെ ആ ഊർജത്തെ വെറുതെ ചെലവാക്കുന്നത് നിർത്തി കൃത്യമായി നിക്ഷേപിക്കാൻ, അതായത് ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചാൽ മനുഷ്യന്റെ കഴിവുകൾക്കും ആയുസ്സിനും എന്തെങ്കിലും അതിരുകൾ ഉണ്ടാകുമോ? ഈ അറിവുകൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കും എന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. പുതിയ അറിവുകളുമായി അടുത്ത വിശകലനത്തിൽ നമുക്ക് വീണ്ടും കാണാം.